പൗളി വത്സൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. അതൊക്കെ സിനിമയിലെയാണ്. എന്നാൽ അതിനപ്പുറം അവർ അഭിനയിച്ച ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളുടെ പൗളി വത്സൻ സഞ്ചരിച്ചിട്ട് ഇപ്പോൾ 50 വർഷം തികയുകയാണ്. 17 വയസ്സുള്ളപ്പോൾ തുടങ്ങി അഭിനയിക്കുന്നത് നാടകം. 37 വർഷം നാടകം കളിച്ച് 2008 സിനിമയിലേക്ക് വന്നത്. ഒരുപാട് നല്ല നടന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റി. പി ജാൻ്റണി, തിലകൻചേട്ടൻ, എൻ എഫ് ഫറീസ്, മച്ചാമറീസ്, അശോകൻ, അങ്ങനെ ഒരു നിര, ആലമ്പൂടൻ. സിനിമാ മേഖലയിൽ തിളങ്ങിയ ആൾക്കാരാണ് കൂടെ അഭിനയിച്ചിട്ടുള്ളത്. ആ സമയത്തും സിനിമയിൽ വരാൻ തോന്നിയില്ല? ഇല്ല തോന്നിയില്ല. കാരണം നമ്മൾ സിനിമാ ലോകത്തേക്ക് പറ്റിയ ഒരാളല്ല എന്നെൻ്റെ ബോധ്യം മനസ്സിൽ കിടന്നു വെച്ച്. കാരണം നമ്മൾക്ക് വലിയ ഗ്ലാമറൊന്നുമില്ല. നായകവേഷം എന്തായാലും കിട്ടൂല. ആത്മവിശ്വാസം ഇല്ലായിരുന്നു എന്നുള്ളതല്ലേ? അതെ, ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. നമ്മളെ സിനിമക്ക് ആവശ്യമായിരുന്നില്ല എന്ന് തന്നെ ഞാൻ തോന്നി. 2008 അണ്ണൻ തമ്പിയല്ലേ? അണ്ണൻ തമ്പിയിലേക്ക് എങ്ങനെ വരുന്നത്? അണ്ണൻ തമ്പിക്ക് വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ബെന്നി പി നായരമ്പലത്തിൻ്റെ ഒരു സിനിമയായിരുന്നല്ല. ആ സിനിമയിൽ ആ ഒറ്റ സീനിൽ കൊണ്ട് ഹിറ്റായി. ഒരു സീൻ, നമ്മൾ ഒരു സീൻ കൊണ്ട് ഒരു 10-30 പടം ചെയ്തെന്ന് തോന്നുന്നു. കപ്പനയിലെ ഹൃതിക് റോഷൻ ഒറ്റ ഡയലോഗുള്ളൂ. അത് ഭീഷ്മപർവത്തിൽ ഒറ്റ ഡയലോഗുള്ളൂ. രേഖാചിത്രത്തിൽ ഒറ്റ സീനുള്ളൂ. പക്ഷെ എല്ലാം പടം വിജയിച്ചില്ലേ? ദൃശ്യത്തിലും അല്ലേ? അതെ, ഒറ്റ സീന്. പക്ഷെ അത് ആളുകൾ എടുത്തല്ലോ. അത് എന്ന് പറഞ്ഞാൽ ക്ഷമ വേണം, സമയം എടുക്കും. അപ്പം അതാണ്. അതെ, അങ്ങനെ ഒറ്റ സീനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദൃശ്യം നന്നായിട്ട് കളിച്ചില്ലേ? അതാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ലെക്കുണ്ട്. അങ്ങനെ ഒറ്റ സീനിൽ വന്നു പോയാൽ മതിയെന്നാണോ? അങ്ങനെയില്ല, സീൻ നന്നായിട്ട് അഭിനയിക്കണം. അല്ലാണ്ട് പിന്നെ നമ്മൾ ഇതിനോട് നടക്കണതിനാണ്. പക്ഷെ ഇപ്പം അപ്പൻ സിനിമ സൂപ്പറായില്ലേ? ചെയ്യാൻ പറ്റിയല്ല വേഷം. ഒറ്റ സീനിൽ വന്ന ആളാണെങ്കിൽ പോലും 2 സംസ്ഥാന അവാർഡുകൾ കയ്യിലുണ്ട്. ആ ചേച്ചിക്കാണ് ശബ്ദം കൊടുത്തത് ഞാൻ, ദേവി വർമ്മ. പൊടുന്നനെ ഇമോഷൻസ് മാറും. അത് നമുക്ക് നാടകത്തിൽ നിന്ന് കിട്ടിയതാണ്. നമുക്ക് ഡയലോഗ് പറയുമ്പോൾ അത് അതിൻ്റെ എവിടെയാണ് അത് ഫീൽ ചെയ്യേണ്ടത് എന്നുള്ള സാധനം നമ്മുടെ മനസ്സിൽ വരും. 2 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ അങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റണം. ഈ മയിൽ മരിച്ചെടുക്കുന്ന സ്ഥലത്തേക്ക് ബന്ധുക്കൾ വരുന്ന സമയത്ത് പെട്ടെന്നാണ് കരഞ്ഞുകൊണ്ട് ഓടിച്ചത്. അത് കഴിഞ്ഞ് അപ്പം തന്നെ, അതുപോലെ തന്നെ അണ്ണൻ തമ്പിയിൽ ഇനി ആരെങ്കിലും വരുമ്പോൾ കരഞ്ഞാൽ മതി അമ്മായി എന്ന് പറയുമ്പോൾ അപ്പം തന്നെ അരച്ച് നിർത്തി. കണ്ണീരൊഴുകി നിൽക്കണായിരുന്നു. അതെ, അപ്പം അങ്ങനെ ഒരു ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ അങ്ങനെ പോണു. ആദ്യ നാടകത്തിലേക്ക് ശമ്പളം 35 രൂപയാണ്. ആദ്യ നാടകത്തിന് പൈസ കിട്ടിയില്ല, അവർ തന്നില്ല. രണ്ടാമത്തെ നാടകം തുടങ്ങി പിന്നെ കളിച്ചതാണ് മൃത്യു എന്ന് പറഞ്ഞൊരു നാടകം, ശില്പശാല അവതരിപ്പിച്ച. അവരാണ് എനിക്ക് ആദ്യത്തെ 35 രൂപ ശമ്പളം ആക്കിയത്, ഒരു ശമ്പളം എന്നുള്ള ഒരു രീതിയിൽ. ആദ്യം കിട്ടിയ ശമ്പളത്തിനെക്കാട്ടുള്ള അനുഭവമായ അഭിനയ ജീവിതത്തിൽ. അതെ. അവസാനമായിട്ട് അന്ന് പണ്ട് കാലത്ത് ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം തോന്നിയില്ല. അതങ്ങനെ തോന്നാതിരുന്നതിന് ഇപ്പോൾ ഒരു നഷ്ടബോധമുണ്ടോ? ഏയ്, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ചെല്ലേണ്ട സമയത്ത് നിൽക്കണം. പണ്ട് എൻ്റെ നാടകം കണ്ടിട്ട് ജഗദീഷ് കുമാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്നാണ് അങ്ങോട്ട് വരണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഒന്ന് ഒതുങ്ങട്ടെ സാർ, എന്നിട്ട് വരാമെന്ന് പറഞ്ഞു. കറക്റ്റാണ്, ഞാൻ ഇന്ന സമയം കറക്റ്റാണ്. സിനിമ അഭിനയിച്ചുകൊണ്ട് തന്നെ ഫീൽഡിൽ നിന്ന് പുറത്തു പോകണേന് വരെ ആകാതെ മരണം വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സീൻ അവസാനിക്കുമ്പോൾ സിനിമയോടൊപ്പം തന്നെ അവസാനിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ആഗ്രഹം പോലെ നടക്കട്ടെ. ശരത് അമ്പാട്ടവനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.